അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായി അങ്ങ് ചോദിച്ചത് ആകാശമാർഗം പറക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് തീൻമേശയിലെ ആവോലിയെ കുറിച്ചാണ്. ആവോലിയെ കുറിച്ചുള്ള ചോദ്യം വന്നാൽ ആവാമെന്ന് പറയുമ്പോൾ അദ്ദേഹം നേരെ ചൂരയിലേക്ക്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ തുടങ്ങട്ടെ. ഹെലികോപ്റ്ററിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആവോലിയെ കുറിച്ച് പറയുകയും ആവോലിയെ കുറിച്ച് ചോദ്യം കേൾക്കുമ്പോൾ ചൂര എന്ന് പറയുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് എങ്ങനെ കേരളത്തിൽ, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ലല്ലോ രാഷ്ട്രീയമായ മറുപടിയാണല്ലോ നമ്മൾ കേട്ടത്, എങ്ങനെ കേരളത്തിലെ കോൺഗ്രസുകാർ മാറി? ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. മാറാൻ കാരണം ഒരൊറ്റയാളാണ്. എന്തുകൊണ്ടാണ്? ആ ആൾ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നീ വലിയവനാടാ. പ്രതിവാര നുണ പറയൽ പരിപാടിയായി അദ്ദേഹത്തിന്റെ ഓരോ തവണത്തെയും വാർത്താ സമ്മേളനം നീ ചീറ്റുള്ളൂ, കൊത്തത്തില്ല, പല്ല് പോയില്ലേ. എന്ത് ഉത്തരവാദിത്വം ഇദ്ദേഹം നിർവഹിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു അന്ന് പോയത് ഇൻവെസ്റ്ററെ കാണാനാണ്. ഇന്ന് പറയുന്നത് എന്താണ്? ഇന്ന് പോയത് കൊച്ചിയിൽ പോയത് കൊണ്ട് ഒരു ഇൻവെസ്റ്ററെ കണ്ടു എന്നാക്കി മാറ്റി. 3 മാസം അധികാരം ഏറ്റെടുത്ത് തികയുന്നതിന് മുമ്പ് 3 മാസത്തിനുള്ളിൽ 300 കള്ളങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവ് എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ എന്റെയും ആങ്കറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും മുഖ്യമന്ത്രിയാണ്. സൂക്ഷിച്ച് സംസാരിച്ചില്ല, എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂ. ഇപ്പൊ ഡൽഹിയിൽ ഒരു സമരം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആ സമരത്തിലൂടെ ഉയർത്തപ്പെട്ട മുദ്രാവാക്യം എന്താണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജി മാത്രമല്ല, അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നതിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് മാത്രമല്ല, ആ സമരം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. എന്താ ഇതൊക്കെ? പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആവണം, മന്ത്രിസഭാംഗങ്ങൾ അക്കൗണ്ടബിൾ ആവണം, നമ്മുടെ നാട്ടിലെ ബ്യൂറോക്രസിയും അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളും അക്കൗണ്ടബിൾ ആകണം. സർക്കാർ സംവിധാനങ്ങളും അക്കൗണ്ടബിൾ ആകണം. ഇപ്പൊ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? എനിക്കറിയില്ല. എഫിഷ്യൻസിയെ സംബന്ധിച്ച്, ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ച് ഒക്കെ, അക്കൗണ്ടബിലിറ്റിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഒന്നും മേടയിലെത്തിയ സംഘത്തെ കാണാൻ കഴിയുന്നില്ല. ദേശാഭിമാനി ഹോട്ട് ഡോഗ് എന്നുള്ളത് ചൂടുപട്ടി എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയട്ടെ. വിവർത്തനത്തിൽ ദേശാഭിമാനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അത് തിരുത്തേണ്ടതാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അങ്ങേക്കറിയാമോ, നമ്മുടെ നാട്ടിൽ 2015 കേരളത്തിലെ ഇന്ത്യയിലെ ഒരൊറ്റ മാധ്യമ സ്ഥാപനമേ ഉള്ളൂ അശ്ലീല ചിത്രം പ്രദർശിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിരോധനം നേരിടേണ്ട വന്നു. ഒരു ദിവസം അത്രയും സംപ്രേഷണം നിർത്തേണ്ട വന്നു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഏതാ ആ മാധ്യമ സ്ഥാപനം? കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയാമോ? 2015 ഏപ്രിൽ മാസം 16 മുതൽ 17 വരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചാനൽ കണ്ണടപ്പിച്ചു. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ജീവിതകാലം മുഴുവൻ സമരസഖാവായ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ വിദേശത്തേക്ക് വിനോദയാത്ര പോയ ആളുടെ പേര് പിണറായി വിജയൻ. എന്താ ഉറക്കം വരുന്നു? പിണറായി വിജയന്റെ പ്രയോറിറ്റി എന്തായിരുന്നു? കോടിയേരി ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ സ്വന്തം കുടുംബവുമായി വിനോദയാത്ര നടത്തലായിരുന്നോ പിണറായി വിജയന്റെ പ്രയോറിറ്റി? എല്ലാ പ്രയോറിറ്റിയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നേ. ഇവിടെ അല്ലല്ല, ഒരു കാര്യമല്ല. ഇവിടെ പിണറായി വിജയന്റെ പ്രയോറിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ജയിക്കുമിണ്ടാതിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് 5-15 വെച്ച് കളിച്ചില്ലേ? 5-15 വെച്ച് കളിച്ചില്ലേ? ഞാൻ മിണ്ടിയോ? 5-15 വിളിച്ച് കളിച്ചില്ലേ? ഞാൻ മിണ്ടിയോ? കോൺഗ്രസുകാരെ വട്ടം നിർത്തി ഇവിടെ 5 പേർ മരിക്കുമ്പോ ഒരു മരണ വീട്ടിൽ പോലും ചിലപ്പോ 5 കൂട്ടം കറികളൊക്കെ ഉണ്ടാവുന്നേ. ഒരു സാമ്പാറും പപ്പടവും അച്ചാറും ഒക്കെ മരണ വീട്ടിൽ പോലും ഉണ്ടാവും. ഇവിടെ അദ്ദേഹം പറഞ്ഞു 7 കൂട്ടം കറികളുള്ളോ. വളരെ കൃത്യമായി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. 5 പേർ മരിച്ചപ്പോ 15 കൂട്ടം കറികളുമായി ആസൂത്രിതമായി ആഘോഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുന്ന വെറുപ്പുൽപാദനമാണ് ജയിക്കാറുന്നത്. ഇതൊക്കെയല്ലേ താൻ ചെയ്ത പണി? എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോ 10 കൂട്ടം കറി മാറ്റി വെക്കാൻ പറയാൻ വെക്കണം. 5 പേർ മരിച്ചു എന്ന് പറയാൻ കഴിയോ? ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. എന്താണ് കരുതി കൂട്ടി വെറുപ്പുണ്ടാക്കുന്നത്? ആളുകളുടെ തെറ്റിദ്ധാരണ പരത്തുന്നത്?
ഇവിടെ 5 പേർ മരിച്ചു. അന്ന് മുഖ്യമന്ത്രി 15 കൂട്ടം കഴിക്കരുത്, ഒരു 10 മാറ്റി വെക്കൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ആ തീന്മേശയിൽ ഇരിക്കാൻ പറ്റും? CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് മരണപ്പെട്ട ദിവസം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി എവിടേക്കും പോയിട്ടില്ല. അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃതശരീരം എന്തിനു വേണ്ടി വൈകിപ്പിച്ചു നീ അറിഞ്ഞ ഞാൻ പെട്ടു പോലും പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ ജയിക്കെ? വിനോദിനെ അവർ പറഞ്ഞില്ലേ അത് നിഷേധിക്കപ്പെട്ടു എന്ന്, അവർക്ക് വിഷമം ഉണ്ടാക്കിയെന്ന്? എവിടെ പോയി പ്രയോറിറ്റി? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഒരു നേതാവ് മരിക്കുന്നതിന് തുല്യമായിട്ടാണ് അങ്ങ് കേരളത്തിന് ആകെ സംഭവിക്കുന്ന ഒരു ദുരന്തത്തെ കാണുന്നത്. എത്രയോ സാധാരണക്കാർ, പാവങ്ങൾ, നിസ്സഹായ മനുഷ്യർ, അവരല്ലേ ഈ ദുരന്തത്തിനിരയായിട്ടുള്ളത്. നൂറുകണക്കിന് മനുഷ്യർ അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇവർ ഇരകളാക്കപ്പെട്ട ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ സ്വകാര്യ മുതലാളികളുടെ ജൂലൈ ഉദ്ഘാടനം ചെയ്ത് ആഡംബര സദ്യ കഴിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം വന്നപ്പോ ഞാൻ സ്വാഭാവികമായി ചോദിച്ചു, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രയോറിറ്റി ആർക്കാണ്? നിങ്ങളുടെ സാമൂഹിക MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. സാധാരണക്കാരായ മനുഷ്യർക്കാണോ, അവരുടെ ദുരന്തത്തിനാണോ, അവരുടെ ദുരന്തത്തിനാണോ, അതോ സ്വകാര്യ മുതലാളികളുടെ സ്വർണ്ണക്കടയും അതിനോടൊപ്പം അനേകം കുടുംബങ്ങളുള്ള ആഡംബര സദ്യയുമാണോ നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന? ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഇല്ല. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ ഞാൻ ഇത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ഇത്രയേ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ, നിങ്ങളുടെ സാമൂഹ്യ ചിന്തകളിൽ നിങ്ങൾ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്? നിന്റെ ഈ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? കേരളത്തിൽ അനേകം ആളുകൾ മരണപ്പെടുന്നു. ആ ചുരുങ്ങിയത് 8 പേർ അന്ന് മരണപ്പെട്ടു. 8 പേർ ഒരൊറ്റ ദിവസം കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മരണപ്പെടുന്ന സമയത്ത് സ്വകാര്യ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് നിനക്കിത് മതിയായില്ലേ? നേരവതനായി ചലച്ചിത്ര താരത്തെയും കൂട്ടി നിർത്തി ചിത്രമെടുത്ത് അതും കഴിഞ്ഞ് ആഡംബര സദ്യയുണ്ട് ആഘോഷിക്കാൻ വേണ്ടി പൊന്നാനി MLA-യുടെ വീഡിയോ ദൃശ്യത്തിന്റെ പിന്തുണയോടുകൂടെ നടത്തപ്പെടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഏത് മലയാളിയും ചോദിക്കില്ലേ? എല്ലാ മലയാളികളൊന്നും ചോദിച്ചില്ല, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന കള്ള കമ്മികളാണ് ചോദിച്ചോളൂ. മലപ്പുറത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും മുതലപ്പുഴയിലും കുട്ടനാട്ടിലുമൊക്കെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലകപ്പെടുമ്പോൾ നിങ്ങൾ ആർക്കും മുൻഗണന കൊടുത്തു? ഒരു മാറ്റവും ഇല്ലല്ലോ. ഇതൊരു സ്വാഭാവിക ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. എന്തായിരുന്നു പിണറായിയുടെ പ്രയോറിറ്റി? അത് പറയും ജയിക്കെ. അതിപ്പോഴും അങ്ങേക്ക് പറയാൻ പറ്റും. ഒരു കുറവില്ല. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ജീവിതകാലം മുഴുവൻ സമരസഖാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവോട് നിഷേധിച്ച് അവിടെ വിദേശത്തേക്ക് വിനോദയാത്ര പോയ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി അതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാൻ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? ഇന്നത്തേക്കുള്ള നന്മ ഡൺ. നീ ഒരു നന്മേഷ